ഹലോ, നമസ്കാരം. ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കുട്ടിക്കാലത്തൊരു കാര്യം ഓർമ്മ വന്നു. പക്ഷെ ഇത് ഞാൻ മിക്കപ്പോഴും ഞാനത് ഓർക്കുന്നൊരു കാര്യമാണത്. ഓക്കെ, അതായത് നമ്മൾ ആരെയും അമിതമായിട്ട് വിശ്വസിക്കുകയോ, അതായത് ദയ, കാരുണ്യം, ഇതൊന്നും ചില സമയത്ത് നമുക്ക് തോന്നരുത്. അങ്ങനെ തോന്നിയ ഒരു അനുഭവം ഞാൻ പറയാം. ഓക്കെ, അതായത് കുട്ടിക്കാലത്ത് എൻ്റെ മാമ ഉണ്ടല്ലോ, അതായത് ഉമ്മാരെ സഹോദരൻ, പുള്ളിക്കാരൻ ഒരു പന്തയം വെച്ചായിരുന്നു. പന്തയം എന്ന് വെച്ചാൽ പന്തയം ഇതായിരുന്നു, അതായത് ഞങ്ങളവിടെ നിന്ന് കുറച്ച് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഓടി തിരിച്ച് ഫിനിഷിംഗ് പോയിന്റിലെത്തണ അവർക്ക് 5 രൂപ, അന്നത്തെ കാലത്ത് 5 രൂപ തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് നിർത്തിയത് അത് ഓടാനായിട്ട്. അപ്പോൾ എനിക്ക് സ്പോർട്സിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടം, ചാട്ടം, എൻ്റെ ഷോർട്ട് പുട്ടറി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാൻ ഓടുകയും ചെയ്യും. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ നിൽക്കുന്നു. സ്റ്റാർട്ട് പറഞ്ഞു ഓടി. മാമ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു ഓടി 1.5 കിലോമീറ്റർ ദൂരം വരെ, ഇതൊരു ഉദ്ദേശം, ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഞാൻ ഓടിയെത്തി. ഫ്രണ്ടിൽ ഞാനാണ് എത്തിയത്. അപ്പോൾ ഞാൻ കരുതി എന്ന് വെച്ചാൽ പയ്യൻ എൻ്റെ കൂട്ടുകാരൻ അവൻ നോക്കും കുറെ ബാക്കിൽ കിടക്കുക, ഓടിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഓടി നിൽക്കുകയാണ് അവിടെ. ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞ് പാവം അവനോട് ഒരുമിച്ച് വരട്ടെ എന്നുവെച്ചാൽ അവനെ കൂടെ കൈ കോർത്ത് ഫിനിഷിംഗ് പോയിന്റിലെത്താം എന്ന് എൻ്റെ മനസ്സിൽ അപ്പോഴത്തെ ആ നന്മ. പാവം ഇത്തിരി കിടന്ന് ഓടയല്ലേ, അപ്പം നമുക്ക് 2 പേർക്കും ഓടി അവിടെ എത്താമല്ലോ, കൈ കോർത്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് 5 രൂപ 2 ആയിട്ട് വീതിച്ചെടുക്കാമല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഞാനിങ്ങനെ ഓടി കാത്തു നിൽക്കുന്നു. അവൻ അടുത്തെത്തിയണ ഒറ്റ ഓട്ടം. ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എന്തായെന്ന് വെച്ചാൽ കാണുന്നവർ പറയും നീ ശശി ആയിടാന്നൊക്കെ പറയും. അതൊന്നും ശശിയായ അന്ന് ശശി എന്നൊന്നും ആ വാക്കൊന്നും ഇല്ല. മനസ്സിലായി, ശശി എന്നുള്ള വാക്കുണ്ട്. പേരൊക്കെ ഒരുപാട് പേര് ശശി അണ്ണ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അണ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ തന്നെയായി. പക്ഷെ സംഭവം അത് ഇത് പ്രവൃത്തി, അവൻ നിന്നുള്ള പ്രവൃത്തി എൻ്റെ മനസ്സിങ്ങനെ കിടന്നു. അതിപ്പോഴും അത് കിടക്കുന്നുണ്ട്. മനസ്സിലായി, പല സമയത്ത് ഞാനിങ്ങനെ അത് ഓർക്കും. പലരായിട്ടുള്ള പെരുമാറ്റത്തിലും ഇത് ഞാൻ ഓർക്കും. അതായത് നമ്മൾ ആരുടെ അടുത്തും അമിതമായിട്ടുള്ള വിശ്വാസമോ അതായത് ദയോ, കാരുണ്യം, ഇതൊന്നും ചില സമയത്ത് നമുക്ക് തോന്നരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എനിക്ക് 5 രൂപ, എനിക്ക് കിട്ടേണ്ട 5 രൂപ സഹതാപവും ദയൊക്കെ തോന്നി അവന് കിട്ടി. അവൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ച് അവന് കിട്ടുകയും ചെയ്തു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് തോന്നരുത്. അതുപോലെ തന്നെ ഇത്ര അനുഭവത്തിൽ കൂടെ വേണമെങ്കിൽ പഠിച്ചെന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ, മിക്കവരും പറയുന്നതാണ് ഏതൊരു അബദ്ധം പോലീസുകാരന് പറ്റുമെന്ന്. അല്ല, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന്, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് പറയും. അതൊക്കെ ഇവിടെ വെറുതെയാണ്. അതായത് ആ അബദ്ധം പറ്റിയത് ഏതോ ഒരു പോലീസുകാരനാണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ? ഒരു അബദ്ധം ഒരു പോലീസുകാരനെ പറ്റിയെന്നുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ എന്നിട്ട് എവിടെയൊക്കെ അബദ്ധത്തിൽ ചെന്ന് പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊന്നും ആരും ഇതിനൊന്നും പഠിക്കാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും, പഠിക്കും, വീണ്ടും അനുഭവം വരും, വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്. നമ്മളെ തന്നെ, അതായത് നമ്മളെ കാര്യം നോക്കുക. ഞാൻ അന്ന് എൻ്റെ കാര്യമാണ് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് 5 രൂപയും കിട്ടുമായിരുന്നു. ഓടി തന്നപ്പോൾ അവരെ മുമ്പ് ഞാൻ സ്റ്റാർ ആയേനെ. മനസ്സിലായില്ലേ? ഞാൻ ആ കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയതാ. ഓക്കെ, അത് ഇതുപോലുള്ള അനുഭവങ്ങൾ ഓരോ വ്യക്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ അല്ലേ? ഉണ്ട്. ശരിയെന്ന്. നന്ദി, നമസ്കാരം.